നമ്മുടെ തൊപ്പി ആവശ്യമില്ലാതെ ഒരു ഒരു വയ്യാവേലെടുത്ത് തോളിലിട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ തൊപ്പിക്കൊരു അബദ്ധം സംഭവിച്ചതാണ്. കാരണം തൊപ്പി വിചാരിച്ചു കഴിഞ്ഞ സീസണിൽ പുള്ളി ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നല്ലോ. അപ്പോൾ ജിൻഡോ ജയിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു തൊപ്പിക്ക് തോന്നിക്കാണും പുള്ളി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ജിൻഡോ ജയിച്ചത്. എന്നാ പിന്നെ ഈ സീസണിൽ അങ്ങ് അനീഷിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അനീഷിനെയും ജയിപ്പിച്ച് തൻ്റെ ഒരു സ്വാധീനം എന്താണെന്ന് കാണിച്ചു കൊടുക്കാമെന്ന് തൊപ്പി വിചാരിച്ചു. പക്ഷേ തൊപ്പി മനസ്സിലാക്കാതെ പോയത് തൊപ്പിയുടെ യൂണിവേഴ്സ് വേറെ, ബിഗ് ബോസ് യൂണിവേഴ്സ് വേറെ. ഇവിടെ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസിന്റെ ഓഡിയൻസ് ആണ്. ബിഗ് ബോസ് ഷോയ്ക്ക് പ്രത്യേകം ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട്. അവരാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണമെന്ന്. അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തൊപ്പിയല്ല, എന്തിനേറെ പറയുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളോ വിചാരിച്ചാൽ പോലും പറ്റില്ല. നമ്മുടെ പാവപ്പെട്ട ലാലേട്ടൻ പോലും എപ്പോഴെങ്കിലുമൊക്കെ ഏറിപ്പോകുന്നെങ്കിൽ അത് ബിഗ് ബോസ് കാരണമാണ്. ലാലേട്ടനെ പോലും ഏറിക്കയറ്റുന്ന പ്രേക്ഷകരാണ് തൊപ്പി വന്നിരുന്ന് പറഞ്ഞ കേട്ട ഉടനെ പോയിട്ട് തൊപ്പി പറയുന്ന ആളിനെ വോട്ട് ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല തൊപ്പി വർക്കാവുന്നത്. ഈ ഷോ എന്ന് പറയുന്നത് ഓഡിയൻസും കണ്ടസ്റ്റൻസും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. ആ ഒരു കണക്ഷൻ വീണ് കഴിഞ്ഞ പിന്നെ അവർ വിടത്തില്ല. അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആളിന് വേണ്ടി അങ്ങേയറ്റം നിൽക്കും. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, അതൊരു സുഖം, അത്രേ ഉള്ളൂ. ഓഡിയൻസിന് ഇതിൽ എന്താണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം, ഒരു മനസുഖം. അവർ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആ കണ്ടസ്റ്റന്റ് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു ആത്മസുഖം കിട്ടും, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ തൊപ്പി വിചാരിച്ചെന്താന്ന് വെച്ചാൽ തൊപ്പിയുടെ ലൈവ് സ്ട്രീം കാണുന്ന ആൾക്കാർ പെട്ടെന്ന് പോയി അങ്ങ് വോട്ട് ചെയ്ത് അനീഷിനെ ജയിപ്പിക്കും. അത്രത്തോളം താനൊരു വലിയ ഇൻഫ്ലുവൻസർ ആയിട്ട് വളർന്നു എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ഇല്ല തൊപ്പി തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് തൊപ്പി. പക്ഷേ കേരളത്തിൽ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയെ അട്ടിമറിക്കാനും മാത്രം ഇപ്പൊ തൊപ്പി വളർന്നിട്ടില്ല. അടുത്ത സീസണിൽ നമുക്ക് നോക്കാം അല്ലേ. തൊപ്പി വളരട്ടെ, തൊപ്പി വളരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ നിലവിൽ ബിഗ് ബോസ് യൂണിവേഴ്സിൽ വന്നിട്ട് ഒരു അട്ടിമറി നടത്താൻ തൊപ്പിയുടെ സ്ട്രീമിംഗ് യൂണിവേഴ്സിന് അത്രത്തോളം നിങ്ങൾ വളർന്നിട്ടില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.